ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തേത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഞാൻ യു എ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത്, ഓൾ ബൈ മൈ സെൽഫ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്തത് ഇപ്പോഴാണ്. അപ്പോൾ കുറേ വേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല റൂമൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഒരു ക്ലീൻ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ലെറ്റ് സീ. അപ്പോൾ ഇത് ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ആൻഡ് അപ്പോൾ തന്നെ ഐ എം സോ എക്സൈറ്റഡ് ടു ഓപ്പൺ ദാറ്റ്. അപ്പോൾ ഞാൻ ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടൊന്നുമില്ല. സോ വി ആർ ഓപ്പണിങ് ഇറ്റ് ടുഗെദർ. ടെമു എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ്. നിങ്ങൾ ടെമു എന്ന് പറഞ്ഞൊരു ആപ്പ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ആപ്പാണ് ടെമു, ട്രെൻഡിയോളും ഒക്കെ. അങ്ങനെ ഞാൻ ടെമുയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇറ്റ് ടേക്സ് 1 വീക്കിനടുത്ത് എടുത്തിട്ടുണ്ട് ഇത് കയ്യിൽ കിട്ടാൻ. ആൻഡ് ലെറ്റ്സ് സീ ഇഫ് മൈ ഓർഡറിങ് ഈസ് വർത്ത് ഇറ്റ് ഓർ നോട്ട്. ഞാൻ ഓർഡർ ചെയ്തത്, ഞാൻ എന്താണോ കണ്ടത് അതൊക്കെ തന്നെ ആണോ വന്നതെന്നും എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നും ഒക്കെ അറിയണമെങ്കിൽ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. സോ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് നമുക്ക് ഐറ്റംസ് കിട്ടിയത്. ഇതുവരെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. സോ ലെറ്റ്സ് ഓപ്പൺ ഇറ്റ് ടുഗെദർ. അത്യാവശ്യം നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. എനിക്ക് ഒരു ചെറിയ ഐഡിയ ഉള്ളൂ ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന്. കൂടുതലും നമുക്ക് ആവശ്യമുള്ളതും ആൻഡ് ഓൾസോ ഡെക്കറേറ്റീവ് പീസസ് ഒരു 1-2 റൂമിൽ വെക്കാനായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഞാനാണെങ്കിൽ ആ ഒരു ആക്രാന്തത്തിലൊരു പ്ലേഡോ ഒന്നും എടുക്കാതാണ് ഇരുന്നത്. സോ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ 1 by 1. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഡെക്കറേറ്റീവ് പീസാണ്. നമ്മുടെ ഇങ്ങനെ വാളിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റമാണ്. വിച്ച് ഈസ് വെരി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഇത് കിട്ടിയ ഒരു കളറൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ ജസ്റ്റ് വാളിലോ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ ഇതായിട്ട് വെക്കുമ്പോൾ റൂമിനൊരു ചെറിയൊരു കളർ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് ആ ഒരു ഫിറ്റിങ്സ് വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ്, ഇതെന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദിസ് ഈസ് വൺ ഓഫ് ദി വെരി യൂസ്ഫുൾ പ്രോഡക്റ്റ്സ്. അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറേ പ്ലാസ്റ്റിക് കവറുകൾ വരൂല്ലേ. അപ്പോൾ ഇവിടെ ഇൻ ദ കേസ് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്താലും കുറേ കവറുകൾ ഉണ്ടാവും. അപ്പോൾ ആ കവറൊക്കെ പിന്നീട് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഞാനിത് റൂമിൽ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ബൾക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ടെമുവിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. ഇങ്ങനൊരു സാക്കായിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ട് എല്ലാ പ്ലാസ്റ്റിക് കവറും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം, മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ അത് അവിടെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. രണ്ടാമത് മൈ ഗോഡ്, ഇത് പൊട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ വെദർ നമുക്കിത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. And the next one is ഐഡിയ എന്താണെന്ന് നോക്കാം. ഇതൊരു ക്യാൻഡിലാണ്. ഒരു ക്യാൻഡിൽ ഞാൻ ഓർഡർ ചെയ്തതാണ്. വിച്ച് ഈസ് ഓഫ് സ്മെല്ലുള്ള ഒരു ക്യാൻഡിൽ വിത്ത് ദാറ്റ് റോസ് പെറ്റൽസ്. നല്ല സ്മെല്ലുണ്ട്. ആൻഡ് ഇത് രണ്ടും ഇങ്ങനെ റൂമിൽ സ്മെല്ല് വരുന്ന, വാഷ്റൂമിലൊക്കെ ഇടാൻ പറ്റുന്ന 2 സാഷേസ് ആണ്. രണ്ടിങ്ങനെ റൂമിൽ സ്മെല്ല് വരാനായിട്ട് ഇടുന്ന 2 സാഷേസ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എന്തോ ഒരു ഫ്ലവർ, ഡ്രൈ ഫ്ലവർ ആണെന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ് സ്മെൽസ് സോ ഗുഡ്. ആ 2 ഞാൻ അത് മേടിച്ചിട്ടുണ്ട്. ഇത് 2 പോട്ടാണ്. നമുക്ക് മണി പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ, റൂം നമ്മുടെ ഹാളിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 പോട്ടാണ്.
നമുക്ക് ഇതിൽ ചെടി വെച്ചിട്ട് വിൽ ജസ്റ്റ് ഫിക്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള ഇതൊക്കെ ഞാൻ അഫോർഡബിൾ റേഞ്ചിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതാണ് വേറെ. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് പോലെയാണ്, പക്ഷെ ഇറ്റ് ലുക്സ് ഗുഡ്. ഇതെന്താണ്? എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ. ഇതെന്താണെന്ന് നോക്കണം. ഓക്കെ, ആ ഒരു ഇത് പൊട്ടിയേണ്ടതാണ്. പൊട്ടിച്ച് ഇതൊന്നും എനിക്ക് ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി ഇടാൻ വേണ്ടി ഞാനൊരു ക്ലോത്ത് ബാഗ് മേടിച്ചായിരുന്നു. ഓക്കെ, നമ്മുടെ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് ഇടാനായിട്ടുള്ളൊരു ബാഗ്. യു ക്യാൻ സീ അങ്ങനെ. അപ്പോൾ അതിലേക്ക് നമുക്ക് വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് ഇടാം. ആൻഡ് ഇത് ഒരു ഓർഗനൈസറാണ്. നമ്മുടെ ഇവിടെ വാർഡ്രോബ് ഇങ്ങനെ 1, 2, 3 ലെവലാണ്. അപ്പോൾ ഒന്നിലും ഒരു സെപ്പറേഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ കുറേ പ്രോഡക്റ്റ്സ്, മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആയാലും സ്കിൻ കെയർ ആയാലും അങ്ങനെ കുറേ ഐറ്റംസ് ഇടാൻ വേണ്ടി ഞാനൊരു ഇങ്ങനത്തെ സ്റ്റോറേജ് ബോക്സസ് മേടിച്ചിട്ടുണ്ട്. അയച്ചു ഇങ്ങനെ സ്റ്റോറേജ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ ഒതുക്കി വെക്കാം. ഇതൊരു 5 ബോക്സസ് ഉണ്ട്. ഇത് ഞാൻ കിച്ചണിലേക്ക് മേടിച്ചൊരു ഐറ്റമാണ് കേട്ടോ. ഇങ്ങനെ ഇതിലിപ്പം ഉള്ളി, തക്കാളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഐറ്റംസ് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ആക്കി ഇട്ടാൽ അവിടെ ഇരുന്നോളും. അങ്ങനെ മേടിച്ചതാണിത്. ഇതിൻ്റെയൊക്കെ ഒരു സൈഡിൽ ഇത് കൊടുക്കാം കേട്ടോ. ആക്ച്വലി ഇതൊരു കണ്ണാടി പോലെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന അതായത് നമുക്ക് ഫേസ് ഒക്കെ നോക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ മിററില്ല, അതിന് വേറെ ഒട്ടിക്കാൻ പറ്റുന്നത്. ഇത് റിമൂവ് ചെയ്ത് ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇത് സ്റ്റിക്കേഴ്സാണ്. അതായത് നമുക്ക് സ്റ്റിക്കർ വിത്ത് പെൻ, നമുക്ക് പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൽ എഴുതി വെക്കാനായിട്ടുള്ള സെയിം തന്നെ. അത് 2 എണ്ണമാണ് ഒരു ഇതിൽ വരുന്നത്. ആൻഡ് ഇതൊരു ഗ്രീൻ തിങ് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചൊരു സാധനമാണ്. ആൻഡ് ഐ വിൽ ബി പോസ്റ്റിംഗ് മൈ ലൈക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ റൂം ഡെക്കറേഷൻ വീഡിയോ ഓൾസോ സൂൺ. അതിന് വേണ്ടി മേടിച്ച കുറച്ച് ഐറ്റംസ് ആണിത്. ഇതുപോലെ മണി പ്ലാന്റ് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. ഐ വിൽ ഷോ ദിസ് ഓൺ ദി സൈഡ്. ഇത് സിപ്പ് ലോക്ക് കവറാണ്. നമുക്ക് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു സിപ്പ് ലോക്ക് കവറാണ് കേട്ടോ. ഇതിൽ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് സിപ്പ് ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെക്കാം. അപ്പോൾ കുറച്ചുകൂടെ കൺവീനിയൻ്റ്, പാത്രം തപ്പാൻ നടക്കണ്ട. ഇത്രയാണ് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ്. അതിൽ ആ ഒരു ഗ്ലാസ് മാത്രമാണ് നമുക്ക് പൊട്ടിപ്പോയത്. ഓക്കെ, ആൻഡ് ഇതൊക്കെയാണ് ഞാൻ ടെമുവിന് മേടിച്ച ഒരു പ്രൊഡക്ട്സ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ, ദിസ് മിനി കുട്ടി ടെമു അൺബോക്സിങ്. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സും നമുക്ക് റൂമിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് ആൻഡ് ഐ വിൽ ബി പോസ്റ്റിംഗ് ദി പിക്ചേഴ്സ് ഫ്രം ദി ടെമു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് എന്ത് ചെയ്യാം, മേടിക്കാം. ആൻഡ് ഇനി വേണം ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം, ഇതെല്ലാം കറക്റ്റ് സ്ഥാനത്തേക്ക് വെക്കണം. ആൻഡ് അത് കുറച്ച് പണിയാണ്. സോ ലെറ്റ്സ് ഡു ദാറ്റ് ഓൾസോ.
Okay, so see you on my next video. Please don't forget to watch my room makeover video. ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ആൻഡ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് സെക്ഷൻ വാട്ട് ഓൾ കൈൻഡ്സ് ഓഫ് വീഡിയോസ് യു നീഡ്. അപ്പോൾ that's it. We'll see you on my next video. Bye bye. Take care.